തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സംബന്ധിച്ച ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മരുന്ന് കമ്പനികൾക്ക് സർക്കാർ പണം നൽകുന്നില്ല. വിഷയം പ്രതിപക്ഷം നിരവധി തവണ നിയമസഭയിൽ ഉന്നയിച്ചിട്ടും പരിഗണിച്ചില്ല. ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പണമില്ലാത്തതുകൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വിതരണക്കാർക്ക് പണം കൊടുക്കാത്തതുകൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത്, സർജിക്കൽ എക്യുപ്മെന്റ്സ് വരാത്തത്. ഇത് ഗുരുതരമായ വിഷയമാണ്. വളരെ എളുപ്പത്തിൽ ഈ ആശാവർക്കർമാരെ വെച്ചിട്ടുള്ള ആ മെക്കാനിസം കൊണ്ട് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്ത് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താനും പറ്റും. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. ഞാൻ 2024 ജനുവരിയിൽ നിയമസഭയിൽ കൊണ്ടുവന്നു. ഈ മാർച്ചിൽ 2025 മാർച്ചിൽ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചും ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ചും നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. മന്ത്രി വളരെ നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് അവർ പറയുന്നത്.